നിർബന്ധിച്ച് ബീഫ് പാചകം ചെയ്യിക്കും, എന്നിട്ട് നിർബന്ധിച്ച് തീറ്റിക്കുകയും ചെയ്യും. ഈ ബീഫൊന്നും കഴിക്കാത്ത ഹിന്ദുമതത്തിൽപ്പെട്ട് ലവ് ജിഹാദിന് അടിമയായി ഇവരുടെ കൂട്ടത്തിൽ വന്നതായിരിക്കാം. അങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടാവും? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ. പല സ്ഥലത്തും നടന്നതായിട്ട് കാണാം. പക്ഷെ മധ്യപ്രദേശിലെ ഏറ്റവും ഒടുവിലെ ഒരു സംഭവം ഞാൻ പറയാം. ഇത് 2022 ഏപ്രിൽ വന്നൊരു സംഭവമാണ്. നിർബന്ധിച്ച് ബീഫ് തീറ്റിച്ചൊരു സംഭവം പൂർണിമ എന്ന് പറഞ്ഞിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതി, 2 കുട്ടികളുടെ അമ്മ. ഇവരൊരു മുസ്ലിം യുവാവിൻ്റെ കൂടെ ഒരു കോളേജിൽ 2ാം വർഷ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ ലവ് ജിഹാദിൽപ്പെട്ടതാണ്. നവരാത്രിക്ക്, അതുപോലെ നവരാത്രി പോലെയുള്ള ഹിന്ദു വിശേഷ ദിവസങ്ങളിൽ ഈ പൂർണിമയെ കൊണ്ട് നിർബന്ധിച്ച് ബീഫ് പാചകം ചെയ്യിക്കും, എന്നിട്ട് നിർബന്ധിച്ച് തീറ്റിക്കുകയും ചെയ്യും എന്ന് അവർ പറഞ്ഞതായിട്ട് ആ FIR-ലുണ്ട്. പ്രണയത്തിന്റെ പേരിൽ പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുകയാണ്, എന്നിട്ട് നിർബന്ധിച്ച് മതം മാറ്റുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ ഡെമോഗ്രഫി ഇല്ലേ, ജനസംഖ്യ മാറി മറിയുന്നു. ഇതിന് നേരെ, ഈ യാഥാർത്ഥ്യത്തിന് നേരെ നാം കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സമാധാനം തകരും. പരമാധികാരം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകൾ പല ഇസ്ലാമിക കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹിന്ദു സംസ്കാരം, സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കണം.